ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഫോറിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. അതിലെ യൂണിറ്റ് 3 ആയ പേജസ് ഓഫ് വണ്ടർ എന്ന് പറഞ്ഞ ഈ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് പേജസ് ഓഫ് വണ്ടർ? എന്താണ്? ഈ അത്ഭുതങ്ങളാൽ നിറഞ്ഞ പേജുകൾ അല്ലേ, അത്ഭുതത്തിൻ്റെ ഒരു പേജുകൾ. അപ്പോൾ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ റീഡ് ചെയ്യുന്നുണ്ടല്ലേ. എ ബുക്ക് ഈസ് എ ഡ്രീം ദാറ്റ് യു ഹോൾഡ് ഇൻ യുവർ ഹാൻഡ്, നീൽ ജെയ്മാൻ അല്ലേ. അപ്പോൾ എന്താണ് ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രീമാണ്. ഡ്രീം എന്ന് പറഞ്ഞാൽ എന്താ? സ്വപ്നമാണ് അല്ലേ. അത് നിങ്ങളെന്താണ് നിങ്ങളെ കൈകളിൽ എന്താണ് ഹോൾഡ് പറഞ്ഞാൽ എന്താ? പിടിക്കുക. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു സ്വപ്നമാണെന്നാണ് പറഞ്ഞത് അല്ലേ. ആരാ പറഞ്ഞിരിക്കുന്നത്? നീൽ ഗെയ്മാൻ അല്ലേ. അപ്പോൾ എന്താണ് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നൊരു സ്വപ്നമാണ് അല്ലേ. അപ്പോൾ അതാണ് നീൽ ഗെയ്മാൻ പറഞ്ഞത് കേട്ടോ. ഒബ്സർവ് ദ പിക്ചർ ബിലോ. ചിത്രം നോക്കി എവിടെ റീഡ് ചെയ്യുകയാണല്ലേ കുട്ടികൾ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? ദ ചിൽഡ്രൻസ് ആർ റീഡിങ് ദ ബുക്ക് അല്ലേ. ഡു യു ലൈക്ക് റീഡിങ്? നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണോ? യെസ് ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക അല്ലേ. യെസ് ഐ ലൈക്ക് റീഡിങ് അല്ലേ. ഇനി നോ ആണെങ്കിൽ നോ എന്ന് കൊടുക്കാം. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക്? നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റോറി ബുക്ക് ഏതാണ്? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്റ്റോറി ബുക്കിൻ്റെ പേര് എഴുതുക കേട്ടോ. ഡ്രോ ആൻഡ് കളർ യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഫ്രം ദ സ്റ്റോറി ബുക്ക് ഓർ കാർട്ടൂൺ. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോറി ബുക്കിലുള്ള അല്ലെങ്കിൽ കാർട്ടൂണിലുള്ള ഫേവറേറ്റുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാവും അല്ലേ. അവരെ ചിത്രം വരച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ദ കളർഫുൾ ട്രഷർ. ഇനി എന്താണ് കളർഫുൾ ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിധി എന്ന് പറയും അല്ലേ. അപ്പോൾ കളർഫുൾ ആയിട്ടുള്ള നിധി എന്താ നമുക്ക് നോക്കാം. ടിയേഴ്സ് ആൻഡ് ജോയ്. എന്താണ്? ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ണുനീര്, ജോയ് എന്ന് പറഞ്ഞാൽ ഹാപ്പി അല്ലേ. ഇൻ എ ഫാർ എവേ വില്ലേജ് ദ ചിൽഡ്രൻ നെവർ വെൻറ്റ് ടു സ്കൂൾസ്. കുറേ ദൂരമുള്ള ഒരു വില്ലേജിൽ എന്താണ് കുട്ടികൾ ആരും എന്താണ് സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു അല്ലേ. നെവർ വെൻറ്റ് ടു സ്കൂൾസ്. ദേ ഓൾവേസ് വാണ്ടഡ് ഹിയർ ആൻഡ് ദർ അല്ലേ. അവരെന്താണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വാണ്ടഡ് അല്ലേ, അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുമായിരുന്നു അല്ലേ അവർ. ഓക്കെ, ദേ ലിവ്ഡ് ക്ലോസ് ടു എ ഗാർബേജ് ഡംപ്. അവരെവിടെയാണ് താമസിക്കുന്നത്? അവർ ഗാർബേജ് ഡമ്പിൻ്റെ അവിടെയായിരുന്നു താമസിച്ചിരുന്നത് കേട്ടോ. ഗാർബേജ് ഡമ്പിൻ്റെ അവിടെയാണ് അവർ താമസിച്ചിരുന്നത്. എന്താ ഗാർബേജ് ഡംപ് എന്ന് പറഞ്ഞാൽ? മാലിന്യ കൂമ്പാരം അല്ലേ. മാലിന്യം അതായത് വേസ്റ്റ് ഒക്കെ ഇടുന്ന സ്ഥലത്താണ് താമസിച്ചത്. ബ്രൈറ്റ് കളേഴ്സ് സ്പീക്ക്ഡ് ഔട്ട് ഫ്രം ദ ട്രാഷ്. അവരെന്താണ് ട്രാഷിൽ നിന്ന്, ഈ ചവറ്റുകുട്ടയിൽ നിന്ന് തിളക്കമുള്ള നിറങ്ങൾ എന്താണ് പുറത്തേക്ക് എടുത്തു അല്ലേ. ക്രംബിൾഡ് പേപ്പേഴ്സ്. എന്താണ് ക്രംബിൾഡ് പേപ്പേഴ്സ്? ഷൈനി ബോട്ടിൽസ് ആൻഡ് ടാറ്റേഡ് ക്ലോത്ത്സ് സ്കാറ്റേഡ് എവ്രിവെയർ അല്ലേ. എല്ലായിടത്തും ചിതറി കിടക്കുന്ന എന്താണ് പൊടിഞ്ഞ കടലാസുകൾ, തിളങ്ങുന്ന കുപ്പികൾ, കീറിയ വസ്ത്രങ്ങൾ, ഇതൊക്കെയാണ് അവിടെ എന്ത് ഈ വേസ്റ്റിൻ്റെ അവിടെ ഉള്ളത് അല്ലേ. ദ ചിൽഡ്രൻ ലോഫർ റാങ്ക് ലൈക്ക് ബെൽസ് അബിഡ്സ് ദ ഗാർബേജ്. അപ്പോൾ ഈ കുട്ടികളുടെ ചിരി എന്താണ്? ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ എന്താണ് മണികൾ മുഴങ്ങുന്നത് പോലെ മുഴങ്ങിയില്ലേ. അവരവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ അങ്ങനെ എടുത്തുകൊണ്ട് വർത്താനം പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അല്ലേ. ബട്ട് സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്. പക്ഷെ എന്താണ് അവരുടെ മനസ്സിൽ എന്താണ് ഒരു സാഡ് ദുഃഖം തങ്ങി നിന്നിരുന്നു അല്ലേ. എന്തായിരിക്കും ആ ദുഃഖം? നമുക്ക് നോക്കാം അല്ലേ. ഡു ഓൾ ചിൽഡ്രൻ ഗെറ്റ് എ ചാൻസ് ടു ഗോ ടു എ സ്കൂൾ? എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാനുള്ള ചാൻസ് കിട്ടുമോ? വാട്ട് ഡു യു തിങ്ക്? എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ? ബട്ട് സാഡ്നെസ് ലിങ്കേർഡ് ഇൻ ദെയർ ഹാർട്ട്സ്. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താണ്? പക്ഷെ അവരുടെ മനസ്സിലൊരു സാഡ്നെസ്, മനസ്സിലൊരു ദുഃഖം തങ്ങി നിന്നു എന്ന് പറയുന്നുണ്ടല്ലേ. എന്തായിരിക്കും അതിൻ്റെ കാരണം? നമുക്ക് നോക്കാം അല്ലേ. അവർക്ക് സ്കൂളിൽ പോകാത്തതിൻ്റെ വിഷമം ഉണ്ടാവും അല്ലേ. എ തേഴ്സ്റ്റ് ടു റീഡ്. അപ്പോൾ എന്താണ് തേഴ്സ്റ്റ് പറഞ്ഞ ദാഹം അല്ലേ. ടു റീഡ് വായിക്കാനുള്ള ദാഹം. എവറി മോർണിംഗ് ദ ചിൽഡ്രൻ സോ അതർ ചിൽഡ്രൻ ഗോയിങ് ടു സ്കൂൾ ബൈ ബസ്. എന്നും രാവിലെ എന്താണ് കുട്ടികൾ കണ്ടു അല്ലേ, കുട്ടികൾ എന്താണ് ബസ്സിൽ വേറെ കുട്ടികൾ എന്താണ് സ്കൂളിൽ പോകുന്നത്. ദേ വോർ ക്ലീൻ ആൻഡ് അയൺ യൂണിഫോംസ്. അവരിട്ടത് എങ്ങനെയാണ്? നല്ല വൃത്തിയുള്ള ഇസ്തിരിയൊക്കെ ഇട്ട യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് അവർ പോകുന്നത് അല്ലേ. നല്ല വൃത്തിയുള്ള യൂണിഫോം ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അല്ലേ. സം ഓഫ് ദം വെർ റീഡിങ് ബുക്സ് ആൻഡ് ദേ നെവർ കെയർഡ് ഫോർ ദീസ് പുവർ ചിൽഡ്രൻ അല്ലേ. അതിൽ ചില കുട്ടികൾ എന്താണ് ബുക്ക് വായിക്കുന്നുണ്ട് അല്ലേ. അവരെന്താണ് ഈ ഇവിടെയുള്ള പുവർ ചിൽഡ്രൻ എന്താണ് ശ്രദ്ധിച്ചിട്ടേ ഇല്ല അല്ലേ. ശ്രദ്ധിക്കുന്നേ ഇല്ല. ദ ചിൽഡ്രൻ ലുക്ക്ഡ് ക്യൂരിയസ്ലി അറ്റ് ദം. പക്ഷെ ഇവിടെയുള്ള കുട്ടികൾ എന്താക്കി ആ കുട്ടികൾ അങ്ങനെ ഭയങ്കരമായിട്ട് ആകാംക്ഷയോടൊക്കെ നോക്കിയിരുന്നു. ദേ ക്ലച്ച്ഡ് ദ ക്രംബിൾഡ് പീസസ് ഓഫ് പേപ്പർ ദേ ഗോട്ട് ഫ്രം ദ ഗാർബേജ്. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? അവരെന്താണ് ഗാർബേജിൽ നിന്ന്, ചവറ്റുകുട്ടയിൽ നിന്ന് കിട്ടിയ എന്താണ് കീറി അല്ലെങ്കിൽ ചുരുണ്ട് കൂടി ഇതാക്കുന്ന ആ പീസസ് ഓഫ് പേപ്പർ എന്നാണ് ഇങ്ങനെ കൈ പിടിച്ചില്ല, മുറുകെ പിടിച്ചില്ലേ. സം ഓഫ് ദം ഇമിറ്റേറ്റഡ് ദ അതർ ചിൽഡ്രൻ റീഡിങ്. ചില കുട്ടികൾ എന്താക്കി ബസ്സിൽ കുട്ടികൾ വായിക്കുന്ന മാതിരി എന്താക്കി ഇവരും
വായിച്ചു അല്ലേ, ഇമിറ്റേറ്റ് ചെയ്ത് അഭിനയിച്ച് എന്താണ് ഇമിറ്റേറ്റ് ചെയ്യാൻ മറ്റേ കുട്ടികൾ ചെയ്യുന്ന അനുകരിച്ച് വായിക്കുകയാണ് അല്ലേ. പക്ഷെ ഇവർക്ക് വായിക്കാനൊന്നും അറിയില്ല അല്ലേ, അവർ ചെയ്യുന്ന മാതിരിയാണ് ഇവർ ചെയ്യുകയാണ് അല്ലേ. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഇൻ ദ വില്ലേജ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ബസ്? എന്തുകൊണ്ടായിരിക്കും ഈ വില്ലേജിലുള്ള കുട്ടികൾ ആ സ്കൂൾ ബസ്സിലുള്ള കുട്ടികളെ ഭയങ്കര ആകാംക്ഷയോടെ ക്യൂരിയസ് ആയിട്ട് നോക്കിയെന്ന് എന്തുകൊണ്ടായിരിക്കും? അവർക്ക് അതുപോലെ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വിഷമമായിരിക്കും അല്ലേ. നോക്കാം. ദ ഹിഡൻ ട്രഷർ. എന്താണ് ട്രഷർ എന്ന് പറഞ്ഞാൽ നിധി എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പൊ ഹിഡൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒളിഞ്ഞിരിക്കുന്ന നിധി. വൺ ഡേ ഈ വുമൺ കെയിം ദർ. ഒരു വുമൺ എന്താക്കി അവിടെ വന്നു അല്ലെ ഒരു ദിവസം. ഷീ വോർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്ത. അവർ ധരിച്ചിരുന്നത് എന്താണ്? ഒരു റെഡ് ദുപ്പട്ടയും അതിന്റെ മേലൊരു വൈറ്റ് കുർത്തയായിരുന്നു അല്ലേ. എന്താണ്? ഷീ വോർ എ റെഡ് ദുപ്പട്ട ഓവർ എ വൈറ്റ് കുർത്തേന്റെ മേലെ എന്താണ്? റെഡ് ദുപ്പട്ടയാണ് ധരിച്ചത്. ദ ചിൽഡ്രൻ ഹാഡ് നെവർ സീൻ ഹെർ ബിഫോർ. ഈ കുട്ടികൾ അവരെ എന്താണ് ഇതിന്റെ മുന്നേ കണ്ടിട്ടേ ഇല്ലായിരുന്നു അല്ലേ. ദ ലുക്ക്ഡ് അറ്റ് ഹെർ ഇൻ വണ്ടർ. അവരെന്താക്കി അവളെ എന്താണ് നല്ല അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കിയിരുന്നു അല്ലേ. ഷീ സ്മൈൽഡ് അറ്റ് ദ ചിൽഡ്രൻ. അവളെന്താക്കി ആ കുട്ടികളെ നോക്കി ചിരിച്ചു അല്ലേ. ക്യാൻ ഐ സിറ്റ് ഹിയർ ഫോർ എ വൈൽ? ഞാൻ ഇവിടെ കുറച്ചു നേരം ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു അല്ലേ. ഷീ ആസ്ക്ഡ് ദ ചിൽഡ്രൻ. കുട്ടികളോട് ചോദിച്ചു. ആൻഡ് സാറ്റ് ഓൺ എ ബ്രോക്കൺ പ്ലാസ്റ്റിക് ക്യാൻ. എന്താക്കി? അവിടെ ഒരു പ്ലാസ്റ്റിക് ക്യാൻ ഉണ്ടായിരുന്നു അല്ലേ, പൊട്ടിയ. അതിന്റെ മേലെ ഇരുന്നു അല്ലേ. ദ ചിൽഡ്രൻ വർ കൺഫ്യൂസ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. കുട്ടികളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി അല്ലേ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി അല്ലേ. ഷീ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് സംതിങ്. പിന്നെ എന്താക്കി? അവര് അവിടെ ഇരുന്നിട്ട് എന്താക്കി? അവരുടെ ബാഗ് തുറന്നിട്ട് എന്തോ ഒന്ന് പുറത്തേക്ക് എടുത്തു അല്ലേ. കണ്ടോ? ഹു മേ ബി ദ ലേഡി? ആരായിരിക്കും ആ ലേഡി? വൈ ഡിഡ് ഷീ കം ദർ? അവരെന്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുണ്ടാവുക? വാട്ട് മൈറ്റ് ബി ഇൻ ഹെർ ബാഗ്? എന്തായിരിക്കും അവരുടെ ബാഗിലുള്ളത്? ക്യാൻ യു ഗസ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എഴുതുക കേട്ടോ. വി ടു ഹാവ് നെയിംസ്. എന്താ? നമുക്കും ഉണ്ട് പേരുകൾ അല്ലേ. എന്താ? ദ ചിൽഡ്രൻ വേർ ക്യൂരിയസ് ആൻഡ് ഇഞ്ച് ക്ലോസ് അല്ലേ. അപ്പൊ ഈ കുട്ടികളൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയി അല്ലേ. ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് എന്താക്കി? ഇവര് അടുത്തേക്കൊന്ന് ഈ നാടുള്ള അങ്ങോട്ട് വന്നില്ലേ ഒരു ലേഡി, ആ ലേഡീൻ്റെ അടുത്തേക്ക് അല്ലേ ജിജ്ഞാസയോട് കൂടി എന്താണ് ആകാംക്ഷയോട് കൂടി ഇങ്ങോട്ട് വന്നു അല്ലേ. ദേ വർ ഈഗർ ടു ഡിസ്കവർ ദ ട്രഷർ ഹിഡൻ ഇൻ ഹെർ ബാഗ്. അവരൊക്കെ എന്താണ് ഭയങ്കര ഈഗർ അല്ലേ, ഭയങ്കര ഈഗറിലോട് കൂടി എന്താണ് ആ ബാഗിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ട്രഷർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ അടുത്തേക്ക് വന്നു അല്ലേ. ദ വുമൺ റിവീൽഡ് എ കളക്ഷൻ ഓഫ് വൈബ്രന്റ് ബുക്സ് ഇൻക്ലൂഡിങ് ഡീപ് ബ്ലൂസ്, ബ്രൈറ്റ് യെല്ലോസ് ആൻഡ് റിച്ച് റെഡ്സ് അല്ലേ. അപ്പോൾ എന്താ വുമൺ എന്താക്കി? ബാഗ് നിങ്ങളുടെ പുറത്തെടുത്താൽ എന്താണ് നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ബുക്കുകളാണ് അല്ലേ, ബുക്കിൻ്റെ കളക്ഷനാണ് അല്ലേ. അത് നിങ്ങൾ പുറത്തേക്ക് എടുത്തു അല്ലേ. അതിലെന്തൊക്കെയുള്ളത്? നല്ല ബ്ലൂ കളറുള്ളതും ബ്രൈറ്റ് യെല്ലോ കളറുള്ളതും റെഡ് കളറിലൊക്കെ ആയിട്ടുള്ള ബുക്കുകളാണ്. ഷീ സ്മൈൽഡ് അറ്റ് ദം. അവർ എന്താണ് അവരെ നോക്കി പുഞ്ചിരിച്ചു. ടെൽ മീ യുവർ സ്വീറ്റ് നെയിംസ്. നിങ്ങളെ പേര് പറയാമോ എന്ന് ചോദിച്ചു അല്ലേ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഈച്ച് അതർ. അങ്ങനെ കുട്ടികൾ എന്താക്കി? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അല്ലേ. ടിൽ ദെൻ നോബഡി ഹാഡ് ആസ്ക്ഡ് ഫോർ ദെയർ നെയിംസ്. ഇതുവരെ അവരോട് ആരും പേര് ചോദിച്ചില്ല. നിങ്ങളോട് അങ്ങനെയാണോ? ഇതുവരെ നിങ്ങൾ പേര് ആരോടും ചോദിച്ചില്ല? ആരും ചോദിച്ചില്ല നിങ്ങളോട്? ഈ കുട്ടികളോട് ആരും ചോദിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും പറയാൻ പറഞ്ഞു അല്ലേ. മുത്തു, നിന്നു, ടാജു, അങ്ങനെ ഓരോരുത്തരായി പറഞ്ഞില്ലേ. ഹിസ്റ്റൻലി ദേ അട്ടേഡ് ദെയർ നെയിംസ് അല്ലേ. അവരെന്താണ് അവരുടെ പേര് ഇത്രയും ചോദിക്കാത്തതുകൊണ്ട് അവർക്ക് എന്താണ് മടിച്ചാണ് അവരുടെ പേരുകൾ പറഞ്ഞത് അല്ലേ. ദേ വാണ്ടഡ് ടു നോ ഹെർ നെയിം. അവർക്ക് എന്താണ് ഈ ലേഡീൻ്റെ പേരും അറിയണം എന്നുണ്ട് അല്ലേ. ദെയർ ഐസ് വെർ ആസ്കിങ് ഫോർ ഇറ്റ് അല്ലേ. അവരവരുടെ കണ്ണുകളെ കൊണ്ട് അത് ചോദിച്ചെന്തേ ഈ പേര് എന്നുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് വുമൺ പറഞ്ഞ എന്താണ്? കോൾ മീ ദീദി, എന്നെ ദീദി എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞു അല്ലേ. ദ വുമൺ എന്താണ് സെഡ് പ്ലസൻ്റ് അല്ലേ, സന്തോഷത്തോടു കൂടി പറഞ്ഞില്ലേ എന്നെ ദീദി എന്ന് വിളിച്ചോളൂ എന്ന് ഈ വിമണ് പറഞ്ഞു. ഓക്കെ. ഡു ദ ചിൽഡ്രൻ ലൈക്ക് ദീദീസ് പ്രസൻസ്? വൈ? അപ്പോൾ ഈ ദീദീൻ്റെ പ്രസൻസ് ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തുകൊണ്ടാണ്? നോക്കാം. വേൾഡ് ഓഫ് വണ്ടേഴ്സ്. ഇനി എന്താണ്? അത്ഭുതങ്ങൾ പറഞ്ഞൊരു ലോകം അല്ലേ. ദീസ് ബുക്സ് ആർ ഫോർ യു സെഡ് ദീദി. ഈ ബുക്കൊക്കെ നിങ്ങൾക്കുള്ളതാണെന്ന് ദീദി പറഞ്ഞില്ലേ. ഫോർ അസ്? ഞങ്ങൾക്കോ ചോദിച്ചില്ലേ. എക്സ്ക്ലൈംഡ് നിന്നു ചോദിക്കുക ഞങ്ങൾക്കോ. ദ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് വൺ അനദർ. കുട്ടികൾ എന്താക്കി? ഓരോരുത്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയില്ലേ. ദേ ബിഗാൻ ടു ടേൺ ദി പേജസ്. അങ്ങനെ എന്താക്കി? അവർ ആ പേജ് ഇങ്ങനെ മറച്ചു നോക്കി അല്ലേ. ആഫ്റ്റർ സം ടൈം ദീദി സെഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീദി പറയുകയാണേ, ഓക്കെ ഡിയേഴ്സ് ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ലീവ്. അപ്പോൾ എന്താണ് ദീദി പറഞ്ഞില്ലേ എനിക്ക് പോകാനുള്ള സമയമായി എന്ന് പറഞ്ഞില്ലേ. സി യു ദീദി എന്ന് പറഞ്ഞില്ലേ. അപ്പം ഓക്കെ ബൈ എന്ന് പറയുകയാണല്ലേ. സി യു ടുമോറോ, നാളെ കാണാൻ ദീദി സെറ്റ് അല്ലേ. ദീദി പറഞ്ഞില്ലേ. ആൻഡ് വേവ്ഡ് എന്താ കൈയൊക്കെ വീശി അല്ലേ. വേവ്ഡ് പറഞ്ഞാൽ കൈ ഇങ്ങനെ വീശി അല്ലേ.
സി യു ടുമോറോ പറഞ്ഞിട്ട് നാളെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ട്. ദ ചിൽഡ്രൻ വേവ്ഡ് ബാക്ക്. അപ്പോൾ കുട്ടികളും എന്താക്കി, കൈ ഇങ്ങനെ വീശി അല്ലേ. ദീദി കൈ വീശിയപ്പോൾ ഇവരും കൈ വീശി. ദേ ഡിഡ് നോട്ട് വിങ് ദെയർ ഐസ് ടിൽ ദ റെഡ് ദുപ്പട്ട ഡിസപ്പിയർഡ്. അവരിങ്ങനെ എന്താണ്, ഈ ദീദി പോയല്ലോ, അപ്പോൾ ദീദി പോകുമ്പോൾ എന്താണ് ആ റെഡ് ദുപ്പട്ട ഇങ്ങനെ നോക്കി ഓരെങ്ങനെ നോക്കിക്കാണ് അല്ലേ. അങ്ങനെ ഈ റെഡ് ദുപ്പട്ട ഡിസപ്പിയർ ആവുന്നവരെ അല്ലേ, കാണാതാവുന്നവരെ അവരെന്താക്കുക, കണ്ണടച്ചതേ ഇല്ല, എന്താ കണ്ണ് ചിമ്മിയതേ ഇല്ല അല്ലേ, ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അല്ലേ. ദ ചിൽഡ്രൻ ടുക്ക് ദ ബുക്സ്. അങ്ങനെ കുട്ടികൾ എന്താക്കി, ആ ബുക്സ് ഒക്കെ എടുത്തു അല്ലേ. ഈച്ച് ബുക്ക് വാസ് ഫിൽഡ് വിത്ത് വണ്ടർഫുൾ സ്റ്റോറീസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഇല്ലുസ്ട്രേഷൻസ്. അപ്പോൾ ഓരോ ബുക്കിലും എന്താണ് നല്ല അടിപൊളി സ്റ്റോറീസും പിന്നെ അതുപോലെ എന്താ ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ, ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. ദേ were not able to read the stories. പക്ഷെ അവർക്ക് എന്താണ് ആ സ്റ്റോറി വായിക്കാൻ കഴിഞ്ഞില്ല അല്ലേ. ബട്ട് they imagined some stories by looking at the pictures. പക്ഷെ എന്താണ്, അവര് ആ ചിത്രത്തിലുള്ള ആ ബുക്കിലുള്ള ചിത്രം നോക്കിയിട്ട് എന്താക്കി, അവരെന്താക്കി ആ കഥകളൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്തു അല്ലെ, സങ്കല്പിച്ചു. Why did the children keep watching until Didi's red dupatta disappeared? എന്തുകൊണ്ടാണ് കുട്ടികൾ ആ ദീദി പോകുമ്പോൾ കുറേ കണ്ണിന്ന് ഈ റെഡ് ദുപ്പട്ട മായുന്നവരെ നോക്കിയെന്ന് എന്തുകൊണ്ടായിരിക്കും നോക്കാം. അവർ ദീദി എന്താണ്, അവർ ദീദി നമ്മുടെ ദീദി അല്ലേ. ദീദി ബിഗാൻ ടു കം എവറി ഡേ. അങ്ങനെ എന്താണ്, ദീദി എന്നും അവിടേക്ക് വരാൻ തുടങ്ങി അല്ലേ. ദേ സാറ്റ് വിത്ത് ഹെർ ആൻഡ് ലിസൺ ടു ദ സ്റ്റോറീസ്. അവരെന്താക്കിയേ, ഈ ദീദീൻ്റെ കൂട്ടത്തിൽ ഇരുന്ന് എന്താണ് സ്റ്റോറീസൊക്കെ കേൾക്കാൻ തുടങ്ങി അല്ലേ. വാവ് വാട്ട് ഫാന്റാസ്റ്റിക് ടെയിൽ ദീദി റീഡ് ഔട്ട് ടു ദം. അപ്പോൾ എന്ത് രസമാണ് ടീച്ചർ അതിന് വായിക്കുന്നത് കേൾക്കാൻ, ഭയങ്കര നല്ല. ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കഥകൾ കേട്ടോ, സ്റ്റോറീസ് കേട്ടോ. അപ്പോൾ എന്താണ് ദീദി വായിക്കുന്നത് കാണാൻ നല്ല, വായിക്കുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് എന്ന് പറയുകയാണ് അല്ലേ. ആ സ്റ്റോറീസൊക്കെ നല്ല രസമുള്ള സ്റ്റോറിയാണല്ലോ വായിക്കുന്നത്. സ്ലോലി ദേ ബിഗാൻ ടു റെക്കഗ്നൈസ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. അങ്ങനെ എന്താക്കി അവർ മെല്ലെ മെല്ലെ എന്താക്കി ആ ലെറ്റേഴ്സും വേർഡ്സൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി കുട്ടികൾ അല്ലേ. ബിഫോർ ലോങ് ദേ വേർ റീഡിങ് സ്റ്റോറീസ് ടു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എന്തായി, അവർ ആ സ്റ്റോറീസൊക്കെ വായിക്കാൻ തുടങ്ങി അല്ലേ. ദേ ബിഗാൻ ടു ലവ് ദെയർ ദീദി ഡീപ്ലി. അവരെന്താക്കി ദീദീനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി അല്ലേ. ദേ ഡിസൈഡഡ് ടു ഡെക്കറേറ്റ് ദീദീസ് സീറ്റ്. അങ്ങനെ അവർ തീരുമാനിച്ചെന്ത്, ദീദീൻ്റെ സീറ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. ദേ ബ്രോട്ട് എ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ്. അപ്പോൾ എന്താണ്, അവർ കുറച്ച് ഒരു ചെയർ കൊണ്ടുവന്നു അല്ലേ. പിന്നെന്താണ്, ഒരു പീസ് ഓഫ് കാർപ്പറ്റും കൊണ്ടുവന്നു. പിന്നെന്താണ്, സം കർട്ടനും ഉണ്ടായി അല്ലേ. വൈ നൗ ദീദി സ്പേസ് ലുക്ക്ഡ് ലവ്ലി. ഇപ്പോൾ ദീദീൻ്റെ എന്താണ് സ്പേസ് കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ. ബട്ട് ദീദി ഡിഡ് നോട്ട് കം. പക്ഷെ എന്താണ്, ദീദി വന്നില്ല. ദ നെക്സ്റ്റ് ഡേ ടു ഷീ ഡിഡ് നോട്ട് കം. അടുത്ത ദിവസം എന്താണ്, ദീദി വന്നില്ല അല്ലേ. ദ ചിൽഡ്രൻ വേർ വെറീഡ്. അങ്ങനെ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനായി അല്ലേ, വെറീഡായി. യെറ്റ് ദേ കണ്ടിന്യൂ ടു വെയിറ്റ്. അങ്ങനെ എന്താണ്, അവർ ഈ ദീദീനെ കാത്തു നിൽക്കുകയാണ് അല്ലേ. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ കാത്തു നിന്നുകൊണ്ട് നിന്നു അല്ലേ. ബട്ട് ഷീ ഡിഡിൻ കം. പക്ഷെ എന്താണ്, ദീദി വന്നില്ല. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ബ്യൂട്ടിഫൈ ദീദീസ് സീറ്റ്. എങ്ങനെയാണ് കുട്ടികൾ ദീദീൻ്റെ സീറ്റ് ഭംഗിയുള്ളതാക്കിയത്. ദേ ബ്രോട്ട് എ ചെയർ, എ പീസ് ഓഫ് കാർപ്പറ്റ് ആൻഡ് സം കർട്ടൻസ് അല്ലേ. ഡെക്കറേറ്റ് ദീദീസ് പ്ലേസ്. പിന്നെ വാട്ട് ഹാപ്പൻ ടു ദീദി. എന്തായിരിക്കും ദീദിക്ക് പറ്റിയിട്ടുണ്ടാവുക. ക്യാൻ യു ഗസ്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ. നോക്കാം നമുക്ക് എ ക്ലൂ. വൺ ഡേ ഇൻ എ ബുക്ക് ദേ സോ ദീദീസ് അഡ്രസ് റിട്ടൺ ഓൺ ദ ലാസ്റ്റ് പേജ്. ഒരു ദിവസം എന്താണ്, ആ ബുക്കിൽ അവർ കണ്ടത് ദീദീൻ്റെ അഡ്രസ്സ് അല്ലേ. ലാസ്റ്റ് പേജിൽ ദീദീൻ്റെ അഡ്രസ്സ് എഴുതിയത് കണ്ടു അല്ലേ. ദേ നോട്ടഡ് ഇറ്റ് ഡൗൺ. അങ്ങനെ അവരത് നോട്ട് ചെയ്തു അല്ലേ. എക്സൈറ്റഡ്ലി ദേ വെൻറ്റ് ഇൻ സെർച്ച് ഓഫ് ഹെർ. അങ്ങനെ എന്താക്കി, അവർ ഭയങ്കര ആകാംക്ഷയോട് എന്താണ് എക്സൈറ്റഡ് ആയിട്ട് അവരെന്താക്കി ഈ ദീദീനെ സെർച്ച് ചെയ്യാൻ പോയി അല്ലേ. അവരുടെ അഡ്രസ്സൊക്കെ കിട്ടി ആവേശത്തോടു കൂടി എന്താണ് അവർ സെർച്ച് ചെയ്യാൻ പോയി അല്ലേ. ദേ ക്യാരിഡ് ദ ബുക്സ് വിത്ത് ദം. അവർ ആ ബുക്ക് അവരുടെ കൂട്ടി എന്താണ് കൊണ്ടുപോയിരുന്നു അല്ലേ. ബൈ ദെൻ ദ ചിൽഡ്രൻ കുഡ് റീഡ് ദ ബസ് നമ്പർ ആൻഡ് ഇറ്റ്സ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ കുട്ടികൾ എന്താക്കി ബസ് നമ്പറും ഒക്കെ വായിച്ചു അല്ലേ, അതിൻ്റെ എവിടെയാണ് ഇറങ്ങേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി അല്ലേ. ദേ ട്രാവൽ ടു ദീദീസ് പ്ലേസ്. അങ്ങനെ അവരെന്താക്കി, അവർ ദീദീൻ്റെ പ്ലേസിലേക്ക് യാത്ര പോയി അല്ലേ. ദേ സെർച്ച്ഡ് ഫോർ ഹെർ ഹൗസ് ഫ്രം മോർണിംഗ് ടു ഈവനിങ്. അവരെന്താക്കി അവളുടെ വീട് എവിടെയാണെന്ന് നോക്കിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ സെർച്ച് ചെയ്തുകൊണ്ട് തെരഞ്ഞുകൊണ്ടിരുന്നില്ലേ. ബട്ട് ദേ കുഡ് നോട്ട് ഫൈൻഡ് ഇറ്റ്. പക്ഷെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ടയേർഡ് ആൻഡ് സാഡ്. അങ്ങനെ അവർ എന്താണ് ഭയങ്കര ക്ഷീണിച്ചു അല്ലേ, ഭയങ്കര വിഷമമായി അല്ലേ. ദേ ഡിസൈഡഡ് ടു റിട്ടേൺ. അങ്ങനെ അവരെന്താക്കി തിരിച്ചു പോകാൻ തീരുമാനിച്ചു അല്ലേ. ജസ്റ്റ് ആസ് ദേ വേർ റിട്ടേണിങ്
Someone saw a red dupatta on a terrace. They ran to that house. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി നിന്നപ്പോൾ ഉണ്ടാക്കി അതിലൊരാളെന്താക്കി ഒരു റെഡ് ദുപ്പട്ട എന്താണ് ഒരു ടെറസിന്റെ മേലെ അയൽമേൽ തൂക്കിയിട്ട് കണ്ടില്ലേ. ദ റാൻ ടു ദാറ്റ് ഹൗസ്. അവരെന്താക്കി ആ വീട്ടിലേക്ക് ഓടി അല്ലേ. They saw ദീദി lying in the bed. She looked very ill. അപ്പോൾ അവരെന്താണ് അവിടെ ദീദി അവിടെ ബെഡ്മേൽ കിടക്കുന്നത് കണ്ടു അല്ലേ. അവരെന്താണ് അസുഖമായിട്ട് കിടക്കുകയായിരുന്നു അല്ലേ. കണ്ടോ ചിത്രത്തിൽ. ഹൗ ഡിഡ് ദ ചിൽഡ്രൻ ഫൈൻഡ് ദീദീസ് ഹൗസ്? എങ്ങനെയാണ് കുട്ടികൾ ദീദീൻ്റെ ഹൗസ് കണ്ടുപിടിച്ചത്? റെഡ് ദുപ്പട്ട എന്താണ് ടെറസിൻ്റെ മേലെ ചിക്കിയിട്ട് കണ്ടു അല്ലേ. അയലിട്ട് കണ്ടു അല്ലേ. വാട്ട് കുഡ് ബി ദീദീസ് ഫീലിങ്സ് ഓൺ സീയിങ് ദ ചിൽഡ്രൻ? അപ്പോൾ ദീദീൻ്റെ ഫീലിംഗ് എന്തായിരിക്കും കുട്ടികളെ കണ്ടപ്പം ദീദീൻ്റെ ആ ഫീലിംഗ് എന്തായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഹാപ്പി ആയിരിക്കും അല്ലേ. അങ്ങനെയാണ് ടീച്ചേഴ്സ് എന്താണ് മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും അല്ലേ. പക്ഷെ ടീച്ചേഴ്സ് ഈ ചീത്തയൊക്കെ പറയുന്നത് എന്താണ്? കുട്ടികൾ തെറ്റ് കാണിക്കുമ്പോൾ ടീച്ചേഴ്സ് ചീത്ത പറയാന്നേ ഉള്ളൂ. അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ എന്താണ് കുട്ടികൾക്ക് അപ്പം ദേഷ്യം ടീച്ചറോടായിരിക്കും അല്ലേ. പക്ഷേ ടീച്ചർക്ക് ഇഷ്ടമുണ്ടായിട്ടാണ് മക്കളോട് എന്താക്കുന്നത്, അവർ നന്നാവാൻ വേണ്ടിയിട്ടാണ് തെറ്റ് കാണുമ്പോൾ ചീത്ത പറയുന്നതും അടിക്കുന്നതൊക്കെ കേട്ടോ. ഈ കുട്ടികളൊന്ന് ടീച്ചറെ തിരിച്ച് സ്നേഹിച്ച് നോക്ക്. അപ്പോൾ ടീച്ചർമാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നിങ്ങളെയൊക്കെ കേട്ടോ. നല്ല കുട്ടികളായാൽ ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമാണ്. ഇനി നോക്കാം. അപ്പോൾ കുട്ടികൾ തിരഞ്ഞു വന്നപ്പോൾ കണ്ടില്ല ടീച്ചർക്ക് ഭയങ്കര ഹാപ്പി ആയി അല്ലേ. ദ മാജിക് ഓഫ് വേർഡ്സ്. നെക്സ്റ്റ് നോക്കാം എന്താ മാജിക് ഓഫ് വേർഡ്സ് അല്ലേ. വേർഡ്സിനോടുള്ള മാജിക്. ദീദി വാസ് വെരി ഹാപ്പി ആൻഡ് സർപ്രൈസ് ടു സീ ദ ചിൽഡ്രൻ. അപ്പോൾ ദീദിക്ക് ഭയങ്കര ഹാപ്പി ആയി അല്ലേ. കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമൊക്കെ ആയി അല്ലേ. ഹാപ്പിയും അത്ഭുതമൊക്കെ ആയി. ഷീ സാറ്റ് അപ്പ് ഓൺ ഹെർ ബെഡ് ആൻഡ് സ്മൈൽഡ്. അവരെന്താക്കി ആ ബെഡിൽ നിന്ന് എണീറ്റിരുന്നിട്ട് പുഞ്ചിരിച്ചു അല്ലേ. ദ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ. അങ്ങനെ കുട്ടികളെന്താക്കി ഇവിടെ നോക്കൂ. ദ ചിൽഡ്രൻ ഇവിടെ എത്തിയ ചിൽഡ്രൻ സാറ്റ് അറൗണ്ട് ഹെർ ആൻഡ് റീഡ് സ്റ്റോറീസ് ഫോർ ഹെർ അല്ലേ. അങ്ങനെ ഈ കുട്ടികൾ അവിടെ ഇരുന്നല്ലേ അവളുടെ ചുറ്റിനും ഇരുന്നിട്ട് എന്താക്കി സ്റ്റോറീസൊക്കെ അവൾക്ക് വേണ്ടി വായിച്ചു കൊടുത്തു അല്ലേ. ടീയേഴ്സ് ഓഫ് ജോയ് ഫീൽഡ് ദീദീസ് ഐസ് അല്ലേ. അപ്പോൾ എന്താണ് സന്തോഷം കൊണ്ട് ദീദീൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് നിറഞ്ഞില്ലേ. ഷീ ഹഗ്ഡ് ആൻഡ് കിസ്ഡ് ദം. അങ്ങനെ ടീച്ചർ എന്താക്കി അവരെ ഈ ദീദി എന്താക്കി അവരെ കെട്ടിപ്പിടിച്ചില്ലേ. ഹഗ് ചെയ്യാൻ കെട്ടിപ്പിടിക്കുക അല്ലേ. ആൻഡ് കിസ് ദം. എന്നിട്ട് എന്താക്കി അവരെ കിസ് ചെയ്തു അല്ലേ, ഉമ്മ വെച്ചു. ഷീ പ്രോമിസ് ടു മീറ്റ് ദം നെക്സ്റ്റ് വീക്ക്. അപ്പോൾ എന്താക്കി അവൾ പറഞ്ഞത് ഞാൻ എന്തോന്നാലും അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞില്ലേ. ദ ചിൽഡ്രൻ റിട്ടേൺഡ് ഹോം ഹാപ്പിലി. അങ്ങനെ എന്താക്കി കുട്ടികൾ അവരുടെ വീട്ടിലേക്ക് എന്താക്കി സന്തോഷത്തോടു കൂടി പോയി. കേട്ടല്ലോ. നൗ ദീദി കം എവറി ഡേ. അപ്പോൾ അങ്ങനെ എന്താക്കി ദീദി എന്നും വരാൻ തുടങ്ങി അല്ലേ അസുഖം മാറിയപ്പം. യു ക്യാൻ ഫൈൻഡ് ദം എവറി ഈവനിങ്. യു ക്യാൻ സീ ദം ലാഫിങ്. യു ക്യാൻ ഹിയർ ദം റീഡിങ്. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ. ദ ചിൽഡ്രൻ ദെയർ ദീദി ആൻഡ് ബുക്സ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നൗ ദീദി കം എവറി ഡേ അല്ലേ. ദീദി എല്ലാ ദിവസവും വരും. യു ക്യാൻ ഫൈൻഡ് ദം എവറി ഈവനിങ്. എല്ലാ വൈകുന്നേരവും നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും അല്ലേ. യു ക്യാൻ സീ ദം ലാഫിങ്. അവർ ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. യു ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് കഴിയും. യു ക്യാൻ ഹിയർ ദം റീഡിങ്. എന്താണ് അവർ വായിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അല്ലേ. യു ക്യാൻ വാച്ച് ദം ഹാവിങ് സോ മച്ച് ഫൺ അല്ലേ. അവർ എത്ര ആസ്വദിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദ ചിൽഡ്രൻ ദെയർ ദീദി ആൻഡ് ദ ബുക്സ്. പിന്നെന്താണ് കുട്ടികളും അവരുടെ ദീദിയും പുസ്തകങ്ങളും ഒക്കെ നിങ്ങൾക്ക് എന്താണ് അവിടെ കാണാൻ കഴിയും. അത് ആരാ എഴുതിയത്? രുക്മിണി ബാനർജിയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല സ്റ്റോറി അല്ലേ. അപ്പോൾ ഒരു ചോദ്യം കൂടി ഉണ്ട്, നോക്കാം നമുക്ക്. ഹൗ ഡിഡ് ദീദീസ് അറൈവൽ ചേഞ്ച് ദ ചിൽഡ്രൻസ് ലീവ്സ്? അപ്പോൾ എങ്ങനെയാണ് ഈ ദീദീൻ്റെ അറൈവൽ ഈ കുട്ടികളുടെ ജീവിതത്തിൽ വന്ന മാറ്റം എന്താണ്? അവർക്ക് ആദ്യം റീഡ് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു അല്ലേ. ദീദി വന്നതിന് ശേഷമാണ് അവരെന്താക്കുന്നത് എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചത് അല്ലേ. റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താ മക്കളെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നോക്കൂ. ഇനി എന്താണ് മീനിങ്? ക്ലച്ച്, ടു ഹോൾഡ് ടൈറ്റ്ലി അല്ലേ. ക്ലച്ച് പറഞ്ഞാൽ എന്താണ്? ഹോൾഡ് ടൈറ്റ്ലി. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിങ്കിൾഡ് ഓർ ക്രഷ്ഡ്. എന്താണ്? ചുരുട്ടി പിടിക്കുക. എന്താണ്? ചുരുട്ടി പിടിക്കുക കേട്ടോ. ക്രംബിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിങ്കിൾഡ് ഓർ ക്രഷ്ഡ്. ഇനി ഡെസ്റ്റിനേഷൻ, ദ പ്ലേസ് യു ആർ ഗോയിങ് ടു. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എവിടേക്കാണോ പോകേണ്ടത് ആ പ്ലേസ് ആണ് കേട്ടോ. ദുപ്പട്ട പറഞ്ഞാൽ എന്താണ്? ലോങ് സ്കാർഫ് ഓർ ഷോൾ വോൺ ബൈ വുമൺ അല്ലെ. സ്ത്രീകൾ ധരിക്കുന്ന ഒരു ഷാളാണ് അല്ലേ ദുപ്പട്ട എന്ന് പറയുന്നത്. എക്സൈറ്റഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൂയിങ് സംതിങ് വിത്ത് ഗ്രേറ്റ് ഹാപ്പിനെസ് അല്ലേ. ഭയങ്കര സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു സംഭവമാണ് എക്സൈറ്റഡ് അല്ലേ, ആവേശത്തോടെ എന്നൊക്കെ പറയും അല്ലേ. ഹെസിറ്റൻ്റ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഡൗട്ട്ഫുൾ. ഒരു എന്താണ്? ഡൗട്ടും ഇല്ലാതെ അല്ലേ.
ഇല്ലസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിക്ചർ കേട്ടോ. ഇഞ്ച് ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താ? ടു മൂവ് ക്ലോസർ വെരി സ്ലോലി അല്ലേ, അടുത്തേക്ക് വരിക. ലിങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ടു സ്റ്റേ ഫോർ എ വൈൽ, കുറച്ച് നേരം അവിടെ നിൽക്കുക അല്ലേ. റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷൈനിങ് ബ്രൈറ്റ്ലി. എന്താണ്? ഷൈനിങ് ബ്രൈറ്റ്ലി ആണ്. ദെൻ റെക്കഗ്നൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഐഡന്റിഫൈ. റിവീൽ എന്ന് പറഞ്ഞാൽ ടു മേക്ക് നോൺ. സ്പാർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ഷൈൻ. ടാറ്റീവ് എന്ന് പറഞ്ഞാൽ ടോൺ. അൺസർട്ടൻ എന്ന് പറഞ്ഞാൽ നോട്ട് ഷുവർ. വാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ടു വാക്ക് എയിംലെസ്ലി. ഓക്കെ. വാണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്ന് പറയില്ല, അതന്നെ കേട്ടോ. ടാറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കീറിയാന്നല്ല കേട്ടോ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സ്റ്റോറിയിൽ. അപ്പോൾ സ്റ്റോറി നന്നായി മനസ്സിലാക്കുക കേട്ടോ. ആക്ടിവിറ്റി ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.